ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗിരിയും നന്ദിനിയും കൂടി നടക്കാൻ ഇറങ്ങിയിരിക്കുന്നതാണ്. അതേസമയം ഇന്ദ്രജയുടെ ആളുകൾ പുറകിലൂടെ വന്ന് നന്ദിനിയെ കുത്താൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് ഗിരി തിരിഞ്ഞു നോക്കുകയും അവരെ കാണുകയും ചെയ്യുന്നു. നന്ദിനി എന്ന് ഗിരി ഉറക്കെ വിളിക്കുമ്പോൾ നന്ദിനി പെട്ടെന്ന് തന്നെ തിരിയുകയാണ്. അതേസമയം നന്ദിനിയുടെ കയ്യിൽ കത്തി കൊള്ളുകയും ചെയ്യുന്നു. തുടർന്ന് ഗിരി അവരെ രണ്ടുപേരെയും അടിച്ചു കൊടുക്കുകയാണ്. ഭയത്തോടെ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. തുടർന്ന് ഗിരി നന്ദിനിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് മൈഥിലിയാണ്. ഒരാവശ്യവുമില്ലാതെ നീ തലയിൽ കയറ്റിവെച്ച പാമ്പാണ് ആ സ്വാമിനാഥൻ. ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞതാ അയാൾ ശരിയല്ലെന്ന്. പക്ഷേ നീയോ അത് കേൾക്കാൻ പോലും ഒരുങ്ങിയിരുന്നില്ല. ഇപ്പോ എന്തായി? നേരായ മാർഗത്തിലൂടെ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് എനിക്കിനി തോന്നുന്നില്ല. എന്റെ മൈഥിലി, നീ ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കാൻ തുടങ്ങിയാലേ അങ്ങനെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കൂ. അതേസമയം അങ്ങോട്ടേക്ക് മണിയമ്മ വരികയാണ്. എനിക്കങ്ങോട്ടേക്ക് വരാമോ മക്കളെ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങള് അമ്മയെക്കുറിച്ച് പറയുകയായിരുന്നെന്ന് വൈശാഖ് പറയുന്നു. തുടർന്ന് മണിയമ്മ പറയുകയാണ്, മോളിങ് വന്നേ, എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് മൈഥിലിയെ വിളിച്ച് വീടിന്റെ അകത്തേക്ക് ചെല്ലുകയാണ് മണിയമ്മ. അതിനുശേഷം തന്റെ സാരിത്തുമ്പിൽ നിന്നും താക്കോലെടുത്ത് ഒരു പെട്ടി മണിയമ്മ തുറക്കുന്നു. തുടർന്ന് ആ പെട്ടിയിൽ നിന്നും ഒരു സഞ്ചി എടുത്തിട്ട് മണിയമ്മ പറയുകയാണ്, ഇത് എൻ്റെ മോൻ അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിവെച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ്. എന്താണെങ്കിലും പോകുന്ന പോക്കിന് അവൾക്ക് ഇതൊന്നും കട്ടുകൊണ്ടു പോകാൻ പറ്റിയില്ല. ഇതൊക്കെ എന്തിനാ അമ്മേ എന്നെ കാണിക്കുന്നതെന്ന് മൈഥിലി ചോദിക്കുമ്പോൾ അതിലെ പോകുന്ന വൈശാഖ് ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് ജനലിൽ കൂടി നോക്കുകയാണ്. സ്വർണ്ണാഭരണങ്ങൾ കണ്ട് വൈശാഖ് അതിലേക്ക് തന്നെ നോക്കുന്നു. തുടർന്ന് മണിയമ്മ പറയുകയാണ്, അത് പിന്നെ മോളെ, എനിക്ക് ഇതൊക്കെ ബാങ്ക് ലോക്കറിലൊന്നും വെക്കണമായിരുന്നു. എനിക്ക് അധികം പഠിപ്പൊന്നുമില്ലാത്തത് കൊണ്ട് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. അതിനെന്താ അമ്മേ, അമ്മയ്ക്ക് ഏതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ എന്ന് മൈഥിലി ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് മണിയമ്മ പറയുന്നു. ഒന്നെങ്കിൽ ആ ബാങ്കിലെ ലോക്കറിൽ തന്നെ വെക്കാം, ഇല്ലെങ്കിൽ ലോക്കറുള്ള വേറെ ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടുവയ്ക്കാം. മോള് അമ്മയ്ക്ക് ഇത് ചെയ്തു തരുമോ എന്ന് മണിയമ്മ ചോദിക്കുമ്പോൾ അതിനെന്താ, ഞാൻ ചെയ്തു തരാം എന്ന് മൈഥിലി പറയുന്നു. എന്നാലേ നമുക്ക് നാളെ തന്നെ ബാങ്കിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് മണിയമ്മ അത് തിരിച്ച് പെട്ടിയിലേക്ക് വെച്ച് പെട്ടി പൂട്ടുകയാണ്. ഇത് കാണുന്ന വൈശാഖ് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു. അതേസമയം മൈഥിലി വൈശാഖിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അമ്മയുടെ കുറച്ച് ഗോൾഡ് ലോക്കറി വെക്കണമെന്ന് അതിനു വേണ്ടിയാ എന്നെ വിളിപ്പിച്ചത്. ഇത് കേൾക്കുന്ന വൈശാഖ് ചോദിക്കുകയാണ്, ഒരു 30-35 പവനോടടുത്ത് വരില്ലേ ആ സ്വർണം? നിനക്കെങ്ങനെ മനസ്സിലായെന്ന് മൈഥിലി ചോദിക്കുമ്പോൾ അത് ഞാൻ പുറത്തു നിന്ന് കണ്ടിരുന്നു. മൈഥിലി, ഇതൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴികളാണ്. ആ സ്വർണം അടിച്ചു മാറ്റി വിറ്റാലേ കുറെ കാലത്തെ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമുണ്ടാകും. ഇത് കേൾക്കുന്ന മൈഥിലി പറയുകയാണ്, നിന്റെ ആ മോഹമേ അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ആ അമ്മ എന്നെ സ്വന്തം മോളെ പോലെയാ സ്നേഹിക്കുന്നത്. ഞാൻ എന്താണെങ്കിലും ഈ ചതിക്ക് കൂട്ടുനിൽക്കില്ല. കാശ് കിട്ടുമെങ്കിൽ നീ നിന്റെ പെറ്റമ്മയെ പോലും കൊന്നുകളയുമല്ലേ? നീ ഇത്രയ്ക്കും ക്രൂരനാണെന്ന് ഞാൻ കരുതിയില്ല. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ മൈഥിലി അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. രാജലക്ഷ്മി അമ്മയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ജയറാം. അതേസമയം കൈമൾ അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ്, നിന്റെ ഒരു സന്തോഷത്തോടെയുള്ള ഒരു നോട്ടത്തിനോ അല്ലെങ്കിൽ ഒരു സന്തോഷത്തോടെയുള്ള വർത്തമാനത്തിനു വേണ്ടിയാ അവൻ കാത്തു നിൽക്കുന്നത്. കൈമളേട്ടനോട് എപ്പോഴും പറയുന്നത് തന്നെയാ എനിക്ക് പറയാനുള്ളത്. അതൊന്നും ഒരിക്കലും നടക്കാനേ പോകുന്നില്ല. ഇത് കേൾക്കുന്ന ജയറാം വിഷമത്തോടെ ഔട്ട് ഹൗസിലേക്ക് പോകുന്നു. അതേസമയം നന്ദിനിയും ഗിരീഷും അങ്ങോട്ടേക്ക് വരികയാണ്. നന്ദിനിയുടെ കയ്യിലെ മുറിവ് കണ്ട് രാജലക്ഷ്മിയമ്മയും കൈമളും ജയറാമും നന്ദിനിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. എന്താ മോളെ, എന്തു പറ്റിയെന്ന് 3 പേരും ചോദിക്കുന്നു. അത് പിന്നെ ഞങ്ങള് മെറ്റീരിയൽസ് വാങ്ങി തിരികെ വരുന്ന വഴിക്ക് ഒരു സംഭവം ഉണ്ടായി. തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഗിരീഷ് അവരോട് പറയുകയാണ്. ഗിരി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാ ഒന്നും പറ്റാഞ്ഞത്. എന്നെ കൊല്ലാനായിരുന്നു അവരുടെ പ്ലാനെന്നും നന്ദിനി പറയുന്നു. ശത്രുക്കൾ ചുറ്റുമുള്ള കാര്യം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ജയറാം പറയുമ്പോൾ ഗിരീഷ് പറയുകയാണ്, ഇദ്ദേഹത്തെ മനസ്സിലായില്ല. ഇത് കേൾക്കുന്ന രാജലക്ഷ്മി അമ്മ പറയുകയാണ്, ഇവിടെ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന ആളാണ്. തുടർന്ന് കൈമള് പറയുകയാണ്, ഞങ്ങളുടെ മൂത്ത മകനാ ഗിരീഷേ, പേര് ജയറാം. ഇത് കേൾക്കുന്ന രാജലക്ഷ്മി അമ്മ പറയുകയാണ്, ഇയാൾക്ക് വേറെയും പദവികളുണ്ട്. കുറച്ചു നാള് നന്ദിനിയുടെ ഭർത്താവ് എന്ന സർവീസിൽ ഇരുന്നതായിരുന്നു. ഇടയ്ക്ക് വെച്ച് സർവീസിൽ നിന്നും പിരിഞ്ഞു പോയി. പിന്നീട് കോടതി കൊടുത്ത ഒരു അവാർഡ് കൂടിയുണ്ട് അവന്റെ കയ്യില്. ഇത് കേൾക്കുന്ന കൈമള് രാജലക്ഷ്മിയെ ശാസിക്കുകയാണ്. വേണ്ടച്ച, അമ്മയെ തടയണ്ട. അമ്മയ്ക്ക് സന്തോഷമാകുന്ന രീതിയിൽ അമ്മ സന്തോഷിച്ചോട്ടെ. അല്ല മോളെ, ഇതെന്താ കയ്യിലെന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ തേൻ മിഠായിയാണെന്ന് നന്ദിനി പറയുന്നു. തുടർന്ന് ഗിരീഷ് പറയുകയാണ്, നന്ദിനിക്ക് കുട്ടിക്കാലത്ത് വളരെ ഇഷ്ടമായിരുന്നു, അതാ ഞാൻ വാങ്ങിക്കൊടുത്തത്. ഇത് കേൾക്കുന്ന ജയറാം ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ രാജലക്ഷ്മി അമ്മ മനസ്സിൽ പറയുകയാണ്, ഇങ്ങനെയൊക്കെയല്ലേ ഇവനിട്ട് 2 കൊടുക്കാൻ പറ്റൂ. തുടർന്ന് നന്ദിനിയുടെ കയ്യിൽ നിന്നും തേൻമിഠായി വാങ്ങി കഴിക്കുകയാണ്
രാജലക്ഷ്മി അമ്മ ജയേട്ടന് വേണോ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ വേണ്ടെന്ന് ജയറാം പറയുന്നു. അല്ലെങ്കിലും നല്ലതൊന്നും നായയ്ക്ക് പിടിക്കില്ലല്ലോ. ഗിരീഷ് എവിടെ താമസമെന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ അത് പിന്നെ ടൗണിലുള്ളൊരു ഹോട്ടലിലാണെന്ന് ഗിരീഷ് പറയുന്നു. എന്നാ പിന്നെ വേണമെങ്കിൽ താമസം ഇങ്ങോട്ടേക്ക് മാറ്റാം, ഇവിടെ ആകുമ്പോൾ സൗകര്യമൊക്കെ ഉണ്ടല്ലോ. ഇത് കേൾക്കുന്ന ജയറാം ഞെട്ടലോടെ രാജലക്ഷ്മി അമ്മയെ നോക്കുകയാണ്. അതൊക്കെ പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞ് ഗിരീഷ് അവിടെ നിന്ന് പോകുമ്പോൾ കൈമള് രാജലക്ഷ്മി അമ്മയോട് ചോദിക്കുകയാണ്, നീ എന്തിനാ ഗിരീഷിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? അത് ജയറാമിന് എന്തുമാത്രം വേദന ഉണ്ടാക്കി കാണും. അതെ, അവൻ വേദന അറിയണം. എന്റെ മോള് അനുഭവിച്ച വേദന എത്രയാണോ അത് അവനും അറിഞ്ഞു തന്നെ വേണം ഇനിയുള്ള ജീവിതം. ഇത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ രാജലക്ഷ്മി അമ്മ അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സാവിത്രി ഇന്ദ്രജയെ വിളിക്കുന്നതാണ്. നിങ്ങളുടെ പ്ലാനെല്ലാം പാളിപ്പോയ കാര്യം ഞാൻ അറിഞ്ഞു. എന്റെ ഇന്ദ്രജയ്, ദുബായിൽ നിന്നും വന്ന വീറൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ഇത് കേൾക്കുന്ന ഇന്ദ്രജ പറയുകയാണ്, എന്റെ സാവിത്രി, എനിക്ക് തിരിച്ച് യുഎയിലേക്ക് പോകാൻ ഒരു പ്രശ്നവും ഉണ്ടാകരുത്, അതേപോലെ സാവിത്രിക്കും. അതുകൊണ്ടാണ് നന്ദിനിയുടെ കാര്യത്തില് ഇത്രയും സൂക്ഷ്മതയൊക്കെ ഞാൻ കാണിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി, കാർത്തിയുടെയും മീനാക്ഷിയുടെയും കല്യാണത്തിന് അവരെന്തെങ്കിലും സ്ത്രീധനം തന്നിട്ടുണ്ടായിരുന്നോ എന്ന് ഇന്ദ്രജ ചോദിക്കുമ്പോൾ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതുമെല്ലാം കുറ്റമല്ലേ എന്ന് സാവിത്രി ചോദിക്കുന്നു. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, കാർത്തിക്ക് കിട്ടേണ്ടത് ചോദിച്ചു തന്നെ വാങ്ങണം. അത് ശരിയാണെന്ന് പറഞ്ഞ് സാവിത്രി കോള് കട്ട് ചെയ്യുമ്പോൾ ഇന്ദ്രജ മനസ്സിൽ പറയുകയാണ്, അങ്ങനെ ഇവൻ സ്ത്രീധനം വാങ്ങിച്ചിട്ട് വേണം ഇവന്റെ ജോലി എനിക്ക് തെറിപ്പിക്കാൻ. തുടർന്ന് സാവിത്രി ചെന്ന് രാജലക്ഷ്മി അമ്മയെ വിളിക്കുകയാണ്. അതെ, മീനാക്ഷി എന്റെ കാർത്തിക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തു. അല്ല, അവൻ അവളെ ബലമായി വിവാഹം കഴിച്ചു. പക്ഷെ നിങ്ങൾ സ്ത്രീധനമൊന്നും തന്നില്ല. ഞങ്ങൾക്ക് സ്ത്രീധനം വേണം. എന്റെ മകനെ ACP ആണ്. അതിന് കാർത്തി സ്ത്രീധനം ചോദിച്ചോ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ അതെ, അവൻ ചോദിച്ചെന്ന് സാവിത്രി പറയുന്നു. അതേസമയം ഇത് കേട്ടുകൊണ്ടുവരുന്ന മീനാക്ഷി ഇതെല്ലാം തന്റെ ഫോണിൽ വീഡിയോ ആക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.